നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. DS ഇറേ, രാഹുൽ സദാശിവന്റെ ഏറ്റവും പുതിയ ചിത്രം. ഹൊറർ പശ്ചാത്തലത്തിൽ സിനിമ ഒരുക്കുന്നതിൽ അഗ്രഗണ്യനാണ് രാഹുൽ സദാശിവൻ. നമ്മുടെ ഭൂതകാലമാണെങ്കിലും ഭ്രമയുഗമാണെങ്കിലും ഒക്കെ അതിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. അതിനുശേഷമാണ് DS ഇറേ വരുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ മുമ്പേ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ വന്നു. എനിക്ക് ഗംഭീര ട്രെയിലറായിട്ട് തോന്നി. കാരണം കാണുമ്പോഴേ ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ഉണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഓരോ പടങ്ങൾ, ഭൂതകാലമാണെങ്കിലും അതിനനുസരിച്ചുള്ള മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും ഒരു രക്ഷയില്ല. ഭ്രമയുഗമാണെങ്കിൽ ഇതെല്ലാം ഒരു അഭിനേതാക്കളെ ആ സിനിമയ്ക്ക് വേണ്ട മൂഡിലേക്ക് എത്തിക്കുകയും കൃത്യമായി അവർക്ക് എന്താണോ ആ ക്യാരക്ടറിൻ്റെ മാക്സിമം പിഴിഞ്ഞെടുക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ സദാശിവൻ. നമ്മൾ ഈ സിനിമകൾ കാണുമ്പം ഭൂതകാലമാണെങ്കിൽ ഷൈൻ നിഗത്തിൻ്റെ ബെസ്റ്റ് ക്യാരക്ടറിലൊന്നാണ് ഭൂതകാലം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ബെസ്റ്റ് സിനിമയാണ്. രേവതിയുടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. ഇവർ രണ്ടുപേരേ ഉള്ളൂ അതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന് അതിന് മുമ്പ് എനിക്കൊന്ന് റെഡ് ട്രെയിൻ നിങ്ങൾ പറഞ്ഞൊരു സിനിമയുണ്ട്, അത് അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഭ്രമയുഗത്തിലോട്ട് വരുമ്പോൾ 4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. വീണ്ടും മമ്മൂട്ടി പ്രധാനമായിട്ടും, അർജുൻ അശോകനും, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ ഭരതനും, പിന്നെ 1-2 ചെറിയ ക്യാരക്ടേഴ്സ് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ്, ആ ശ്രീയുടെ ഒരു ക്യാരക്ടറും, അങ്ങനെയുള്ള 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് 2-3 ക്യാരക്ടേഴ്സിൽ ഒതുങ്ങുന്നതാണ് രാഹുൽ സദാശിവൻ ചിത്രം. പക്ഷേ ഉള്ള ക്യാരക്ടേഴ്സിനെ ഗംഭീരമാക്കും. ഇപ്പോൾ കൊടുവൺ പോറ്റിയുടെ കൂട്ട് ഡയസിറയ്ക്കകത്ത് ഉറപ്പായിട്ടും പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്നൊരു സംശയം വേണ്ട. അത് നമുക്ക് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലായി. ട്രെയിലറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് തോന്നിയത് ആ ട്രെയിലറിനകത്ത് അണ്ണിവിടെ നമുക്കൊരു സസ്പെൻസ് അതുപോലെ നിർത്തിക്കൊണ്ട് അതിനകത്ത് ഒരു കാര്യങ്ങൾ പോലും റിവീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് തിയേറ്ററിൽ പോയി കണ്ടാലേ എന്തെങ്കിലും മനസ്സിലാക്കൂ എന്നുള്ള രീതിയിലാണ് ആ ട്രെയിലർ നമുക്ക് ഇട്ടേക്കുന്നത്. അങ്ങനെ വേണം ട്രെയിലർ. അല്ലാതെ ട്രെയിലറിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് സിനിമ കാണാനുള്ള ഒരു ആവേശം പോകുന്ന രീതിയിലല്ല ചെയ്തേക്കുന്നത്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ട്രെയിലറിനകത്ത്. ഡയസിറയുടെ ട്രെയിലർ കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു നല്ല ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കാം. പ്രണവ് മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആയിരിക്കാം. രാഹുൽ സദാശിവൻ ആസ് യൂഷ്വൽ പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. ബാക്കി സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കിടുക്കനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഈ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ മസ്റ്റായിട്ടും പോയി തിയേറ്ററിൽ കാണാനുള്ളൊരു പടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരു ഹോളിവുഡ് ആ പേരും അതിൻ്റെ കളർ ടോണും കളർ ഗ്രേഡിങ്ങും എല്ലാം കാണുമ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ മേക്കിംഗ് ആണ്. എന്തായാലും ഒക്ടോബർ 30-ന് 9 മണിക്ക് ഇതിൻ്റെ പ്രീമിയർ ഉണ്ട്. എല്ലാ തിയേറ്ററിലും ഉണ്ടെന്ന് തോന്നുന്നു. 31-ാം തീയതി എല്ലാ തിയേറ്ററിലും രാവിലെ മുതൽ ഷോസും ഉണ്ട്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാണാൻ പോകുന്ന ചിത്രമാണ്. ആ പ്രതീക്ഷയ്ക്ക് തുയരും എന്ന് 100% ഉറപ്പുണ്ട് ഈ ചിത്രം. ഇതിൻ്റെ ട്രെയിലറും ടീസറും എല്ലാം കാണുമ്പോൾ. കാരണം ഈ ടീമാണ് ഇതിനകത്ത്. വൈനോട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ടീമാണ് ഇതിൻ്റെ നിർമ്മാണം. ഭ്രമയുഗം അവർ തന്നെ ആയിരുന്നു. ഇങ്ങനെയുള്ള സിനിമകളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീമാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള സിനിമകൾ എടുക്കത്തില്ല. എന്തായാലും പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ബെസ്റ്റ് പലരും പലയിടത്തായിട്ട് നമുക്ക് തന്നെ ഹൃദയത്തിനകത്ത്, എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് വർഷങ്ങൾക്ക് ശേഷമോ ആദ്യമോ 21-ാം നൂറ്റാണ്ടോ ഒന്നും എനിക്ക് വലിയ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് ആർക്കും എല്ലാവരെയും കൂട്ടി എനിക്കും വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിനകത്തെ ക്യാരക്ടർ നമ്മളൊന്ന് നോക്കി വെച്ചോളൂ, വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും പ്രണവ് മോഹൻലാലിൻ്റെ ബെസ്റ്റ് കരിയർ പെർഫോമൻസ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സിനിമ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒക്ടോബർ 30, 31 ഡേറ്റുകളിൽ നമുക്കിതിൻ്റെ ഫുൾ റിവ്യൂ വരുന്നതായിരിക്കും. മലയാളികൾ നല്ല സിനിമയാണെങ്കിൽ ഗംഭീരമായിട്ട് സ്വീകരിക്കും, പ്രോത്സാഹിപ്പിക്കുന്നുള്ളതിൽ സംശയം വേണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.